കണ്ണൂരിൽ നിന്നാണല്ലോ, അതിൽ യാതൊരു സംശയവുമില്ല. അത് പാണക്കാട് പോയി തന്നെ 18 അടവും പിന്നെ പമ്പരം പാച്ചിലും പഠിക്കണമെങ്കിൽ കണ്ണൂരിൽ തന്നെ വരണം. ഇവിടുന്ന് പഠിച്ചാൽ ഈ കളരിയിൽ പഠിച്ചാൽ പിന്നെ പാടും. ഈ കളരിയിൽ പഠിച്ചാൽ പിന്നെ താവുന്ന പ്രശ്നമില്ല. അതുകൊണ്ടാണല്ലോ സ്റ്റേഡിയം കോർണറില് അവരുടെ ഒരു യോഗത്തിൽ ഞാൻ മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇവിടെ കാലുകുത്താൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ, കാലുന്നാ നിലത്ത് കുത്തണ്ട, എന്റെ പ്രവർത്തകന്മാരുടെ തോളിലൂടെ സ്റ്റേജിലെത്താൻ എനിക്കറിയാം എന്ന് പറഞ്ഞു വരാൻ കഴിയണം. അന്നതൊരു വിഷയമായിരുന്നു. കാരണം കൈരളി ടിവിയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കല്ലേ, ഇതുവരെ ഞാൻ വന്നിട്ടില്ല, വരൂല എന്ന് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ ഒരു കണക്ക് കൂട്ടൽ വെച്ച് നോക്കിയാൽ വരുവാനുള്ള സാധ്യത ഇല്ല എന്നുമാണ് പറയുന്നത്. ടി വിക്കാരുടെ ഒരു ഭാഷയുണ്ടല്ലോ, അതൊക്കെ ഇപ്പൊ അവർക്ക് തിരിഞ്ഞു കുത്തി. ടെലിവിഷൻ കൊണ്ട് അക്കാലത്ത് നമ്മളെ നിർവഹിച്ചതിന് ഇപ്പതാ ജീവനുള്ള ടെലിവിഷൻ അളമരം കരീമിന്റെ ജീവനെടുക്കുള്ളൂ. ഇത് കണ്ടതാണല്ലോ. ഒരു വയസ്സിനെ കൊണ്ടുവന്ന് സ്റ്റേജിൽ നിർത്തിയിട്ടാണ് പറയിപ്പിച്ചു. ഇതാണ് കളവ് പറയുകയാണ്. ഇയാൾക്ക് വേറെ കിട്ടിയത് അടിയല്ല. പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പ് ടെലിവിഷനിൽ പിറകെ വരുന്നു പോലീസുകാരൻ നിറന്നെല്ലാം കാണിക്കുന്ന ചിത്രം. കേരള രാഷ്ട്രീയത്തിൽ ഇങ്ങനെ കൊണ്ടെടുക്കാൻ കഴിയാത്ത ഉദ്യോഗം ഏറ്റെടുത്ത ഒരു പാർട്ടിയില്ല, ഗവൺമെന്റ് ഏറ്റെടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന എന്താ, ചെറുപ്പക്കാർ ഈ പാർട്ടിയിൽ അണിനിരക്കുക വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താ, അവർ ഇന്ത്യ കാണുക, രാജ്യം കാണുക. രാജ്യത്തെവിടെയും ഇങ്ങനൊരു മാറ്റം ഉണ്ടാക്കാൻ മുസ്ലിം ലീഗിന് സാധിച്ച പോലെ എവിടെയും പറ്റിയിട്ടുണ്ട്. അദ്ദേഹങ്ങളൊക്കെ പ്രായമായ ആളുകളൊക്കെ ഇരിക്കുന്നു, പ്രായമായ ആളുകൾ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരിതായിരിക്കുന്നു, കുറെ പേര് സ്റ്റേജിലും സദസ്സിലും. അവർക്കൊക്കെ സംതൃപ്തി ഉണ്ട്. ഞങ്ങളെ ജീവിതം ഞങ്ങൾ വെറുതെ കളഞ്ഞിട്ടില്ല. ഞങ്ങളുടെ ജീവിതകാലത്ത് ഞങ്ങൾ ഈ സമുദായത്തിന്റെ, ഈ സമൂഹത്തിന്റെ മാറ്റത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചാൽ അത് ഇവർക്ക് സമാധാനിക്കാം. അത് കണ്ടിട്ടാണ് ഈ ചെറുപ്പക്കാർ പാർട്ടിയിലേക്ക് വരുന്നത്. അവർ പേരെടുക്കുക, അവർ കണ്ണൂരിന്റെ ചരിത്രം മാറ്റുക, കണ്ണൂരിന്റെ ചിത്രം മാറുക. കമ്മ്യൂണിസ്റ്റുകാരെ, നിങ്ങൾ അവിടെ തിരുവേഗപ്പുറമില്ലും കണ്ടൽക്കാടും ഒക്കെ ഇരുന്നോ? ഈ രാജ്യത്തിന്റെ ഭാവിയുമായി മുസ്ലിം ലീഗിന്റെ, UDFന്റെ, കോൺഗ്രസിന്റെ. കേരളത്തിലെ ജനങ്ങൾ കുടുങ്ങി. ഒരു മുഖ്യമന്ത്രി കണ്ട വൈക്ക്, മന്ത്രിമാര് കണ്ട വൈക്ക്. കിണാലൂർ ഇപ്പോ നൽകുന്ന ചിത്രം എന്താ? വ്യവസായം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വ്യവസായ മന്ത്രിയായിരിക്കുമ്പോ എന്താ ഉണ്ടാക്കിയത് എന്ന് ചോദിച്ചാൽ എന്റെ കൂടെ വാ, ഞാൻ കാണിച്ചുതരാം. തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്, 10,000-കണക്കിന് ആളുകൾ ജോലി ചെയ്യുന്ന ടെക്നോ പാർക്ക്. എറണാകുളത്തേക്ക് വരി, നമ്മൾ കാണിച്ചു തരാം. ഇൻഫോ പാർക്ക് അവിടെ കൂർക്കം മാത്രമാണ്. ആ കാക്കനാട് എന്ന് പറഞ്ഞ സ്ഥലത്തുണ്ടായിരുന്നു, കൂർക്കം മേയുന്ന സ്ഥലമായിരുന്നു. അവിടെ ഇപ്പൊ 10,000-കണക്കിന് ആളുകളാ ഒരു ദിവസം വന്നു പോകുന്നു. കൊച്ചി IT-യുടെ ഇൻഡസ്ട്രിയുടെ ഭൂപടത്തിലുണ്ടായിരുന്നില്ല നമ്മൾ തോന്നപ്പോ. അവിടെ ഇൻഫോ പാർക്ക്, സ്മാർട്ട് സിറ്റി കൂടി കൊണ്ടുവന്നു. അത് ഒരു വിഴുങ്ങി കളഞ്ഞു, അത് പോയി. അതുപോലെ കോഴിക്കോട് ആ കാക്കഞ്ചേരി പാർക്ക്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സ്ഥലം വാങ്ങി നമ്മളുണ്ടാക്കിയ കാക്കഞ്ചേരി പാർക്കാണ്. ഫുഡ് പാർക്ക് ഇപ്പൊ അവിടെ ഉണ്ട്. ഇതിപ്പോ കൊല്ലം കഴിഞ്ഞ് കാലാവധി തീരാനാവുമ്പോ ഇവിടെ കിണാലൂർ ഒരു വ്യവസായം. ആ സ്ഥലം മുമ്പേ അവിടെ കിടക്കേണ്ട ഒരു 300 ഏക്കർ സ്ഥലം. 300 ഏക്കർ സ്ഥലത്തേക്ക് 650 ഏക്കർ വയലക്കൂർ ചെയ്തിട്ട് ഒരു 4 വരിപ്പാത. അതിന്റെ ഇരുകരയിലും ഭൂമി വാങ്ങിയ ആളുകളും ഇവരും കൂടി ഇട്ട ഒരു പ്ലാനാണത്. എന്നാ ആ 300 ഏക്കറിൽ വരുന്ന വ്യവസായം എന്താ എന്നൊന്ന് പറയണ്ടേ? ഒരു കപ്പ ആ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അതാണ് ആളെ കിട്ടാത്തത്, അതാണ് അണിനിരക്കാത്ത പാർട്ടിയിൽ, അതാണ് ചെറുപ്പക്കാർ വരാത്തത്. ഞങ്ങൾ ഈ ചെറുപ്പക്കാരോട് പറഞ്ഞത് ഈ സമൂഹത്തെ നമ്മൾ സൗഹാർദ്ദത്തിൽ നിർത്തിത്തരാം, മാറ്റിത്തരാം, പഠിപ്പിക്കാം, വളർത്താം, വികസനം കൊണ്ടുവരാം. ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞു. നിങ്ങൾ ഇവരോട് കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് അവർക്ക് സ്വർഗരാജ്യം പണിത് കൊടുക്കാൻ, സോഷ്യലിസം പണിത് കൊടുക്കാൻ. ഒന്നും ചെയ്യാൻ നിങ്ങൾക്ക് പറ്റിയില്ല. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ചെയ്തിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങളുടെ പിന്നിൽ തലമുറ മാറി ആളുകൾ വരുന്നു. നിങ്ങളുടെ പിന്നിൽ ഒരു കുട്ടിയും വരൂല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച സോവിയറ്റ് യൂണിയൻ ഇപ്പൊ അവിടെ ഇല്ല. നിങ്ങൾ പറഞ്ഞതൊന്നും ഈ രാജ്യത്ത് പുലരുന്നില്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്തത്. അതുകൊണ്ട് നമുക്ക് മുന്നേറാം. എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്, നമുക്ക് മുന്നേറാം. നല്ല നാളെ നമുക്ക് ഉണ്ടാക്കണം.
ഈ കണ്ണൂരിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. ഈ കണ്ണൂരിന്റെ വികസനം ശ്രദ്ധിക്കണം. ഇതിനെ ജനാധിപത്യ ചേരിയുടെ കൂടെയാക്കണം. ഇവിടെ അക്രമം അവസാനിപ്പിക്കണം. അക്രമ രാഷ്ട്രീയത്തിന് ഈ മണ്ണിൽ സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. തീവ്രവാദത്തിന് ഈ മണ്ണിൽ സ്ഥാനം ഉണ്ടാകാൻ പാടില്ല. മുസ്ലിം ലീഗ് കണ്ടില്ലേ നിങ്ങള്? എപ്പോ തീവ്രവാദ പാർട്ടി ആരുണ്ടാക്കിയാലും നമ്മൾ എതിർക്കും. എല്ലാത്തിന്റെയും കഥയും കഴിക്കും. PDP വന്നു, തീർന്നു. അതുപോലെ പല DPകളും വന്നു, ഒക്കെ തീർന്നു. ഇപ്പൊ ഇനി ഒരു DP പുതിയതുണ്ട്, അത് തീരും. യാതൊരു സംശയവും വേണ്ട. എത്ര ദിവസം എന്ന് നോക്കിയാൽ മതി, എണ്ണി അങ്ങനെ കണക്കാക്കിയിരുന്നാൽ മതി. കേരളത്തിന്റെ മണ്ണിൽ ആ കുരു കുത്തിയിട്ട് മുളപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കും. വെറുതെയാണത്. ഇത് മതസൗഹാർദ്ദത്തിന്റെ ഭൂമിയാണ്. ഇവിടെ എല്ലാ മതക്കാരും ഒരുമിച്ച് കഴിയും. നല്ല ഉറച്ച മതവിശ്വാസികൾ അവിടെ ഉള്ളവരും. ഒക്കത്തായാൽ നിസ്കരിക്കാൻ ആർക്കും തെറ്റില്ല. അവിടെ പ്രസംഗിക്കുമ്പോ മഗ്‌രിബ് സമയം ഞങ്ങൾ ആ സ്റ്റേജിൽ മഗ്‌രിബ് നിസ്കരിച്ചു, ആളുകൾ ഗ്രൗണ്ടിൽ നിസ്കരിച്ചു. അതിന് കുഴപ്പമില്ല. ഹൈന്ദവ സഹോദരന്മാർ അടുത്തുണ്ടെങ്കിൽ ഒരു വെള്ളമെടുത്ത് ഒതുണ്ടാക്കാൻ ആ കൾച്ചർ ഞങ്ങൾ ഉണ്ടാക്കിയതാണ്. അതിലെങ്ങാനും കലക്കാൻ നിങ്ങൾ വന്നാൽ ആരും അതോടെ വിജയിക്കാൻ പോകും. ഉത്തരേന്ത്യയിലൊക്കെ പോയി കലക്കി BJPക്ക് സഹായകരമായ സ്ഥിതി ഉണ്ടാക്കി കൊടുത്ത ഈ തീവ്രവാദ സംഘടനകളുണ്ടല്ലോ, ആരായാലും പേരെടുത്തൊക്കെ പറയണില്ല, കുറച്ച് കഴിയട്ടെ. പക്ഷേ മുസ്ലിം ലീഗ് അത് പൊറുക്കൂല. മുസ്ലിം ലീഗ് ഇവിടെ ഉണ്ടാക്കിയ ഒരു കൾച്ചറുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഈ പുരോഗതിയും ഈ ഐശ്വര്യവും ഈ സൗഹാർദ്ദവും എല്ലാ മതക്കാരും തോളിൽ കൈയിട്ട് നടക്കുന്ന സ്ഥിതിയൊക്കെ ഇവിടെ വന്നത്. അത് കലക്കാനും തടിയന്റെ അവിടെ നസീർമാരുണ്ടാക്കാനും അവരെ അതിർത്തിയിലേക്ക് അയക്കാനും മയ്യത്ത് കൊണ്ടുവരുമ്പോ എന്റെ കുട്ടിയല്ല ഇത് മാതാവ് പറയേണ്ട ഗതികേടുണ്ടാക്കാനും ഈ ചെറുപ്പക്കാരെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല. അവരെ ഉറപ്പിച്ച് ഈ രാജ്യത്തിനും സമൂഹത്തിനും ഈ പൊതുവിൽ ജനങ്ങൾക്കും വേണ്ടി നിർത്താൻ ഞങ്ങൾക്ക് കഴിയും. അപ്പൊ അടിയുറച്ച ശബ്ദവുമായി നമുക്ക് മുന്നേറാം. കണ്ണൂരിന്റെ ചരിത്രം തിരുത്തി കുറിക്കാം. അതാവട്ടെ നമ്മുടെ സന്ദേശം. ഈ ഭൂമിയുടെ കണ്ണൂരിന്റെ ഹിസ്റ്ററി, ചരിത്രം ഇതാ ഞങ്ങൾ മാറ്റാൻ പോകുന്നു. പാർലമെന്റിൽ തുടങ്ങി, ഉപതെരഞ്ഞെടുപ്പിൽ അത് വീണ്ടും ആവർത്തിച്ചു. ഇതാ 2 തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു. അവസാനത്തെ തിരഞ്ഞെടുപ്പിൽ ആണിയടിച്ചുകൊണ്ട് ഹരിത പതാകകളും പറപ്പിക്കാൻ നിങ്ങൾ തയ്യാറാവണമെന്ന് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി. അസ്സലാമു അലൈക്കും. PMSA പൂക്കോയത്തങ്ങൾ സ്മാരക സ്പോർട്സ് ക്ലബിലെ ടീം അംഗങ്ങൾക്ക് കമ്പിൽ ശാഖ മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ ഒരു പ്രൈസ് മണി ബഹുമാനായിട്ടുള്ള കുഞ്ഞാലിക്കുട്ടി സാഹിബ് നൽകും. അത് ഏറ്റുവാങ്ങാൻ ബന്ധപ്പെട്ട ആളുകൾ. അടുത്തായി കണ്ണൂർ ജില്ലാ മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റും ഉജ്ജ്വല പ്രാസംഗികനുമായ നമ്മുടെ പ്രിയപ്പെട്ട അൻസാരി തിലങ്കേരി സംസാരിക്കും. അതിനായി അൻസാരി ക്ഷണിക്കുന്നു. ആദരണീയനായ അധ്യക്ഷൻ ജനാബ് അബ്ദുൽ കരീം ചേരേരി സാഹിബ് അവറുകളെ, കേരളത്തിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെയും പിന്നോക്ക വിഭാഗങ്ങളുടെയും അവകാശ പോരാട്ടങ്ങളിൽ പതറാതെ പൊരുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ തേരാളി പാണ്ടിക്കടവത്ത് കുഞ്ഞാലി